ഹായ്, എൻ്റെ പേര് ലില്ലി. ഇത് എൻ്റെ കഥയാണ്. മലകളും പുഴകളും ഒരുപാട് ആപ്പിൾ തോട്ടവും നിറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്കിവിടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവരോടൊപ്പം ഞാൻ എല്ലാ ദിവസവും കളിക്കാൻ പോകും. അമ്മയും അപ്പൂപ്പനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെത്. എനിക്കെൻ്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. പതിവ് പോലെ ഇന്നും കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത്. തണുപ്പ് കാലം തുടങ്ങിയത് മുതൽ രാവിലെ എണീക്കാൻ വല്ലാത്ത മടിയാണ്. മടിയൊക്കെ മാറ്റിപ്പിടിച്ച് സ്കൂളിലേക്ക് ഒരുങ്ങുമ്പോഴേക്കും സമയം ഏകദേശമായി. എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ വരാനും ഒരുപാട് ഇഷ്ടമായിരുന്നു. ക്ലാസ്സിലിരുന്ന് ടീച്ചർ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ്! അതോടൊപ്പം കൂട്ടുകാരോടൊന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും നല്ല രസമായിരുന്നു. അവരോടൊപ്പം കഥയും പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും ഒക്കെ എത്ര സുന്ദരമായ ദിവസങ്ങളായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇന്നാണ് അപ്പൂപ്പ വീട്ടിലെത്തിയത്. കൂടെ ഒരു പുതിയ വാർത്ത ഉണ്ടായിരുന്നു. ഞങ്ങൾ പട്ടണത്തിലേക്ക് വീട് മാറിപ്പോവുകയാണ്. ആ വാർത്ത എനിക്ക് കുറച്ച് സന്തോഷവും അതിലുപരി സങ്കടവും നൽകി. കാരണം എൻ്റെ കൂട്ടുകാരെ വിട്ട് പുതിയൊരു നാട്ടിലേക്ക് ഞാൻ താമസം മാറുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഞാനന്ന് പട്ടണം കാണുന്നത്. ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങളും കുറേ വാഹനങ്ങളും, എവിടെ നോക്കിയാലും എല്ലാവർക്കും തിരക്ക് തന്നെ. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് വളരെ ചെറുതായിരുന്നു. അവിടെയുള്ള ഓരോ ജനലകളിൽ നിന്നും കാണുന്ന കാഴ്ചകൾ കെട്ടിടങ്ങൾ മാത്രമായിരുന്നു. പുതിയ അപ്പാർട്ട്മെൻറ്റും പരിസരമൊക്കെ ഇഷ്ടമായോന്ന് അമ്മ തിരക്കി. കുഴപ്പമില്ലെന്ന് ഞാനും പറഞ്ഞു. ഇന്ന് ഞാൻ എൻ്റെ പുതിയ സ്കൂളിലേക്ക് പോവുകയാണ്. നാടും അവിടുത്തെ കൂട്ടുകാരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും പുതിയ പട്ടണം, അവിടുത്തെ സ്കൂളും എനിക്ക് പരിചിതമാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്കപ്പുറത്തായിരുന്നു ക്ലാസ്സും ടീച്ചറും സ്കൂളും ഒക്കെ. ഞാനവിടെ ഒറ്റപ്പെട്ട പോലെ എനിക്ക് തോന്നി. ക്ലാസ്സും പുതിയ കൂട്ടുകാരും ആരും എനിക്ക് ഓക്കെ ആയിരുന്നില്ല. എല്ലാവരും അവരുടേതായ തിരക്കുകളിലായിരുന്നു. ആരും എന്നോട് വന്ന് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. പുതിയ കുട്ടി ആയതുകൊണ്ടായിരിക്കാം, അറിയില്ല. എല്ലാം പതിയെ ശരിയായിക്കോളും. ഓരോ ദിവസം കഴിയുമ്പോഴും ഒറ്റപ്പെടലിൻ്റെ വേദന എന്നെ കൂടുതൽ തളർത്തിക്കൊണ്ടിരുന്നു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇന്ന് ഞാനും അമ്മയും പട്ടണത്തിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ഈ നാട്ടിൽ വന്നിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോയത്. എല്ലാ കാര്യങ്ങളും കുറേയേറെ മാറിയിരിക്കുന്നു. കുറേ നാളുകളായി അപ്പൂപ്പനും വീട്ടിൽ വരാറില്ല. ഞാനും അമ്മയും തനിച്ചായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുപാട് ടയേർഡായിരുന്നു. ഇനി 2-3 ദിവസം സ്റ്റഡി ലീവാണ്. അത് കഴിഞ്ഞ എക്സാം. പിന്നെ ആ സ്കൂളിനോട് ബൈ പറയാം. ഈവനിങ് ആയപ്പോൾ
പഠിത്തമൊക്കെ കുറച്ച് മതിയാക്കാം, എനിക്ക് കുറച്ച് ടി വി കാണാമെന്ന് ചോദിച്ച് വന്നപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ടി വി കാണായിരുന്നു. എക്സാംസൊക്കെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രഷർ കുറച്ച് മാറ്റി വെക്കാം, ലൈബ്രറിയിൽ വന്ന് കുറച്ച് കഥാബുക്കൊക്കെ വായിച്ചിരിക്കുമ്പോഴായിരുന്നു ഞാൻ ആ കാര്യം കണ്ടത്. എൻ്റെ ക്ലാസ്മേറ്റ് ഹരി എനിക്ക് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് വരച്ചിട്ട് എനിക്ക് കൊണ്ടുതന്നു. എൻ്റെ പാസ്റ്റിൽ നടന്ന എൻ്റെ വില്ലേജിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവൻ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ അവൻ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ദേഷ്യം വന്നു. ബട്ട് അപ്പോഴേക്ക് അവൻ അവൻ്റെ ബാഗ് തുറന്ന് ഒരു കാര്യം എനിക്ക് കാണിച്ചു തന്നു. അത് എൻ്റെ അപ്പൂപ്പൻ്റെ പഴയൊരു ഫോട്ടോ ആയിരുന്നു. എൻ്റെ അപ്പൂപ്പനെ അവന് നാട്ടിൽ വെച്ച് തന്നെ പരിചയമുണ്ടായിരുന്നു. അവരൊന്നിച്ച് ആപ്പിൾ തോട്ടങ്ങളിൽ നടക്കാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരവിടെ ഒരു മാഗ്നറ്റ് കണ്ടുപിടിച്ചു. നോർമലി കാണുന്ന ടൈപ്പ് മാഗ്നറ്റാണെന്ന് വിചാരിച്ചത് തൊട്ട് നോക്കിയപ്പോൾ എന്തെങ്കിലും അൺയൂഷ്വലായിട്ട് അവിടെ സംഭവിച്ചു. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഓരോ നോയ്സും ഇടിയും മിന്നലും ഒക്കെ അവിടെ പെട്ടെന്നുണ്ടായി. അവരത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് ഓടിപ്പോയെങ്കിലും പിന്നീടാണ് ശരിക്കുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത്. നാട്ടിലൊന്നാകെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഭീകരമായ രൂപങ്ങൾ അവിടെ ഇവിടെയും പ്രത്യക്ഷപ്പെട്ട് നാട്ടുകാരുടെ മനസ്സിൽ ഭീതി പരത്തി. ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അന്ന് നാട് വിട്ട് സിറ്റിയിലേക്ക് താമസം മാറിയതും. ഞാൻ ഇത്രയും കാലം അറിയാതിരുന്ന ആ കാര്യങ്ങളൊക്കെ ഇന്നവൻ എനിക്ക് പറഞ്ഞു തരാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. അതെ, സമയമായി. നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായിരിക്കുന്നു. എൻ്റെ സഹായം നാട്ടുകാർക്കിപ്പോൾ ആവശ്യമാണ്. Your love is rated X. That means you're extra, extra, extraordinary. വീട്ടിലെത്തി മുത്തശ്ശനെ കണ്ടപ്പോൾ സങ്കടം തോന്നി. ആകെ ക്ഷീണിച്ച് അവശനായിട്ടായിരുന്നു മുത്തച്ഛൻ്റെ അവസ്ഥ. എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കണമെന്നായിരുന്നു മുത്തശ്ശൻ്റെ ആവശ്യം. പക്ഷേ എങ്ങനെ ഇവയൊക്കെ പരിഹരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചുറ്റും ഭീതി പരത്തി പടർന്നിരിക്കുന്ന ഇരുട്ടിൽ നിന്നും വെളിച്ചത്തെ തേടാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങൾ ഇവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാമായിരുന്നു. എന്നാൽ നമ്മളന്ന് കണ്ട കാഴ്ച വളരെ ഭീകരമായ ഒന്നായിരുന്നു. നാട്ടിലുള്ള ഏകദേശം എല്ലാവരെയും ആ മാഗ്നറ്റ് ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ കയ്യിലുള്ള ഈ മാഗ്നറ്റിക് റോക്ക് ഉള്ളിടത്തോളം കാലം നമ്മളെ ബന്ദിയാക്കാൻ സാധിക്കില്ലെന്ന് മുത്തച്ഛനെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ആ മാഗ്നറ്റിക് ബന്ധനത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടത്. ഈയൊരു റോക്ക് കൊണ്ട് മാത്രമേ ഇനി നമ്മുടെ നാടിനെ രക്ഷിക്കാൻ പറ്റൂ എന്ന് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. When I speak, so I trip on my tongue, never thinking you would be my number one. Nervous when I speak, so I trip on my tongue, never thinking you would be my number one. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുന്നതുവരെ ഹരിയുടെ ഫാമിലി നമ്മുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിക്കുകയായി.
ആ മാഗ്നറ്റിക് റോക്കിൻ്റെ എല്ലാ ശക്തിയും ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിച്ചേ പറ്റൂ. ഇന്നാണ് ആ ദിവസം. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന കർത്തവ്യം എത്രത്തോളം ഭംഗിയായി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നാടിൻ്റെയും നാട്ടുകാരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യണം. ഒരു നാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നതൊക്കെയും ഇന്നെനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനി ഈ നാടിനെയും എൻ്റെ അപ്പൂപ്പനെയും അമ്മയെയും എല്ലാവരെയും രക്ഷിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. ഐ ആം റെഡി.